ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. എനിക്ക് നല്ല പനിയാണ്. അപ്പം പപ്പടം കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. പോയിട്ട് വന്നിട്ട് ചോറ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പപ്പടം മാത്രമേ ഇടുന്നുള്ളൂ, ഇങ്ങനൊന്നുമില്ല. അപ്പം ഞാനെങ്ങനെയാണ് ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ട സാധനമെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് ഞാനതെല്ലാം കീറി എടുക്കുന്നുണ്ട്. അതെങ്ങനെ കീറി എടുക്കണം. അപ്പം സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം പപ്പടം വറുത്തിട്ടാണ് കറി വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. പപ്പടം വറുത്തെടുക്കാം. ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടം വറുത്ത് കൂടി അവിടെ വെച്ചിട്ടുണ്ട്. സവാള ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും ചിക്കൻ കറീൻ്റെ അല്ല, ബീഫിൻ്റെ കുടൽ കറീൻ്റെ ഒരു സ്മെല്ല് വരും. പൊടിക്കറീൻ്റെ. അപ്പം പൊടിയെല്ലാം വാടി വന്നിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. പപ്പടം ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് തിള വന്നപാട് ഓഫ് ചെയ്യാം. അപ്പം കറിയുടെ ആയിട്ടുണ്ട്. അവസാനം ഞാൻ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് കറി ഓഫാക്കി. കറിയുടെ ആയിട്ടുണ്ട്. ചോറ് ഞാൻ തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചോറ് കഴിക്കണം, മരുന്ന് കഴിക്കണം. അപ്പം കറിയെല്ലാം ആയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഒരുപാട് താമസിച്ചു. പപ്പടക്കറിയിലാണ്. ഇതാണ് പപ്പടക്കറി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ചോറ് കഴിക്കട്ടെ. മോൾക്കും പനിയാണ്. മോള് സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പം ചോറ് കഴിക്കട്ടെ ഞങ്ങൾ കേട്ടോ. എല്ലാവരും ചോറ് കഴിച്ചാൽ